നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷമെത്തി പലയിടത്തും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴക്കെടുതി വിലയിരുത്താൻ യോഗം വിളിച്ച് സർക്കാർ. മന്ത്രിമാരും എംഎൽഎമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്തെ മലയോര തീരദേശ മേഖലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തു. ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അതിർത്തി പ്രദേശമായ ദേവികോട്, മാലക്കോട്, മലയിൻകാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. തിരുവനന്തപുരത്ത് മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് അനക്സ് 1 സമീപമുള്ള റോഡിന് സമീപം മുറിഞ്ഞു വീണത് ഫയർഫോഴ്സ് എത്തി കൂറ്റൻ മരം മുറിച്ചു മാറ്റി. നെയ്യാറ്റിൻകര, പെരുമ്പഴന്തൂർ, അമരവിള, താന്നിവിള എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. നെയ്യാറ്റിൻകര പാറശാലയിൽ ശക്തമായ മഴ പെയ്തു. മഴയിൽ പരശുവയ്ക്കൽ, ആടുമങ്ങാട് മരം കടപുഴകി വീണ് വീടിന് മുകളിൽ പതിച്ചു. തീരദേശ മേഖലകളായ പൊഴിയൂർ, തെക്കേക്കോലംകോട്, പൂവാർ, പുല്ലുവിള തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി മീൻപിടുത്തക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കട മാറനെല്ലൂർ ആയുർവേദ ഹോസ്പിറ്റലിന് മുന്നിൽ വൻമരം കടപുഴകി നിലംപൊത്തി. റോഡിന് കുറുകെയാണ് വീണത്. ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും കേടുപാട് സംഭവിച്ചു. കാട്ടാക്കട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി. തിരുവനന്തപുരം കുന്നുകുഴി വടയക്കോടിന് സമീപം റോഡിൽ മരം ഒടിഞ്ഞു വീണു. ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിശമന സേനാ വിഭാഗമെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. പുനലൂർ, പത്തനാപുരം, അഞ്ചൽ, ഏരൂർ മേഖലകളിലാണ് കാറ്റ് നാശം വിതച്ചത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് വീണ് വൈദ്യുത ബന്ധം തകരാറിലായി. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ശക്തമായ മഴയിൽ കൊല്ലം ഈഞ്ചക്കൽ ഇടമുളയ്ക്കലിൽ മതിൽ തകർന്നു. ഇടമുളയ്ക്കൽ സ്വദേശി ഷിഹാബുദ്ദീന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. പുലർച്ചെ 5 മണിയോടെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. ആളപായമില്ല. കൊട്ടാരക്കര കുളക്കടയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. കുറ്ററയിൽ ഓട്ടോ തൊഴിലാളി രമണന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. 2 മുറികൾ തകരുകയും ഗൃഹോപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്തനംതിട്ടയിൽ രാത്രി പെയ്ത് ശക്തമായ കനത്ത മഴയിൽ അടൂർ വടക്കത്തുകാവ് കോട്ടമുകൾ റോഡിൽ ഇലക്ട്രിക് ലൈനിന് മുകളിൽ മരം വീണു. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് മരം മുറിച്ചുമാറ്റി. അടൂർ മഞ്ഞാലി മണ്ണടി റോഡിൽ കുരിശുമുക്ക് ഭാഗത്ത് തേക്കുമരം ഒടിഞ്ഞു വീണ് ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ ശക്തമായ മഴയിൽ മരങ്ങൾ വീണു. കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃക്കൊടിത്താനത്തെ വീടിന് മുകളിലേക്കും മരം വീണു. എറണാകുളം ജില്ലയിൽ രാത്രി ശക്തമായ മഴ ലഭിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പലയിടത്തും മഴ തുടരുന്നു. കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു. ചെലാനത്തെ പോലെ ടെട്രോപോഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊച്ചി പനങ്ങാട് റോഡിലേക്ക് മുറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കുമ്പളം നോർത്ത് പള്ളിയിലെ ഉസ്താദ് അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. ഇതേ പോസ്റ്റിലിടിച്ച് വാഹനം മറിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജാരിക്കും പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 4:30 കുമ്പളം PWD റോഡിൽ പ്രണവം ബസ് സ്റ്റോപ്പിനടുത്തായിരുന്നു അപകടം. കോഴിക്കോടിന്റെ മലയോരത്ത് മഴ തുടരുന്നു. പുഴകളിൽ ജലനിരപ്പുയർന്നു. ഇരുവഴിഞ്ഞി പുഴയിലും ചെറുപുഴയിലുമാണ് ജലനിരപ്പുയർന്നത്. മലയോരത്തിന്റെ പലയിടത്തും വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണു. കിടിയത്തൂർ, ചെറുവാടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾക്ക് കേടുപാട് സംഭവിച്ചു. കൃഷിനാശമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കാരശ്ശേരിയിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കാരശ്ശേരി പഞ്ചായത്തിലെ 6-ാം വാർഡ്
തോട്ടക്കാട് പുതിയോട്ടിൽ ഭാസ്കരന്റെ വീട്ടിൽ മുൻവശത്തെ മുറ്റമാണ് തകർന്നത്. വീട് അപകടാവസ്ഥയിലായി. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് ലൈനുകൾ തകർന്നു. വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ചെറുവാടിയിൽ 750ഓളം കുലച്ച വാഴകൾ നശിച്ചു. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് കർഷകർ പറഞ്ഞു. രാത്രി 11 മണിയോടെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി, പോറ്റമ്മൽ, ചേലപ്പുറം, പഴംപറമ്പ് ഭാഗത്ത് വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടമുണ്ടായത്. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് നല്ലടത്ത് 110 kV ലൈൻ ടവർ ചെരിഞ്ഞു. ലൈൻ നിലംപൊത്താതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വെള്ളക്കെട്ടിൽ സ്ഥാപിച്ച ടവറാണ് ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും ചെരിഞ്ഞത്. കാറ്റും മഴയും തുടർന്നാൽ ടവർ പൂർണ്ണമായും വീഴുമെന്ന് നാട്ടുകാർ. അടുത്ത 3 ദിവസം കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടും മഴ അതിശക്തമാകുമെന്നുമുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരും. ക്വാറികൾ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അപകട സാധ്യതയുള്ള മരങ്ങൾ, മരച്ചില്ലകൾ എന്നിവ മുറിച്ചുമാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. PSC അംഗങ്ങൾക്ക് വീണ്ടും സർക്കാരിന്റെ കരുതൽ. ചെയർമാന്റെയും അംഗങ്ങളുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 53-ൽ നിന്ന് 55% വർദ്ധിപ്പിച്ചത്. വർധനയ്ക്ക് ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യം. കുടിശ്ശിക പണമായി നൽകാനും നിർദ്ദേശം. മകളെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടി. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. പ്രാപ്പോയിൽ സ്വദേശി മാമച്ചൻ എന്ന് വിളിക്കുന്ന ജോസ് കസ്റ്റഡിയിലാണ്. അമ്മ തിരിച്ചുവരാനായി പ്രാങ്ക് വീഡിയോ എടുത്തതാണെന്നാണ് കുട്ടിയുടെ മൊഴി. 12 വയസ്സുകാരനായ മകനാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൊച്ചി വൈറ്റിലയിലെ ബാറിൽ ഗുണ്ട ആക്രമണം. ബാറിലെ ജീവനക്കാരനെ ഗുണ്ടാസംഘം ക്രൂരമായി ആക്രമിച്ചു. DJ പാർട്ടിക്കിടെ യുവതിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. കളമശ്ശേരി സ്വദേശികളായ സുനീർ, നഹാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ജനസമ്പർക്ക പരിപാടി എന്ന ആശയം മുന്നോട്ട് വെച്ചത് താനാണെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ന്യൂസ് 18നോടായിരുന്നു വെളിപ്പെടുത്തൽ. ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് തന്റെ പേര് പരാമർശിക്കാമായിരുന്നെന്നും അൽഫോൺസ് കണ്ണന്താനം. സ്വാശ്രയ കോളേജുകൾക്ക് അനുവാദം നൽകാനുള്ള തീരുമാനം വലിയ വിപ്ലവകരമായ നടപടിയായിരുന്നുവെന്നും PJ ജോസഫ് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് തനിക്കെതിരായ നടപടി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചതെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് കേരള കർഷക ഫെഡറേഷൻ. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിലാണ് പാർട്ടി രൂപീകരിച്ചത്. ഡ്രോൺ, സ്പ്രിംഗ്ലർ, റോക്കറ്റ് എന്നിവയിൽ ഒന്ന് ചിഹ്നമായി അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാഷണൽ ഫാർമേഴ്സ് പാർട്ടി മത്സരിക്കും. ക്ഷേമ പെൻഷൻ വൈകിയതിൽ ഭിക്ഷാടന സമരം നടത്തിയ മറിയക്കുട്ടി BJPയിൽ ചേർന്നതിനെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വീടില്ലാത്ത എല്ലാവർക്കും വീട് വെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും മറിയക്കുട്ടിക്ക് KPCC ആണ് വീട് നിർമ്മിച്ചു നൽകിയതെന്നും സണ്ണി ജോസഫ്. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ സർക്കാർ എന്ത് ചെയ്തില്ലെന്ന് മനസ്സിലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈവേ തകർന്നു വീഴുന്നതിന് മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് വായിച്ചാൽ മനസ്സിലാകും. UDF സർക്കാർ ഹൈവേ നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടുപോയി എന്നത് തെറ്റായ പ്രചരണമെന്നും സതീശൻ. ദേശീയപാത തകർന്നു വീണപ്പോൾ ഞങ്ങളുടേതാണ് റോഡെന്ന് അവകാശപ്പെട്ടവർ എവിടെ പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിള്ളൽ വീണ സ്ഥലത്ത് പോയി റീലെടുക്കുന്നതാകും ഇനി നല്ലത്. വികസന കാര്യങ്ങളിൽ എട്ടുകാലി മമ്മൂഞ്ഞാണ് ഇടതു സർക്കാരെന്നും VD സതീശൻ. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല മേൽപ്പാലത്തിലുണ്ടായ വിള്ളൽ പരിസരവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. 50-ലധികം മീറ്റർ ദൂരത്തിലുണ്ടായ വിള്ളൽ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിന് താഴെയുള്ള വീടുകളിൽ വെള്ളം കയറുന്നതും പതിവാണ്. അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണിതെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
പേ ഫോൺ ആകെ 6000 പേർക്ക് മാത്രമാണ് കൊടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 20 ലക്ഷം പേർക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. സ്വയം പുകഴ്ത്തി ജനങ്ങളെ പറ്റിക്കാനാകില്ലെന്നും വി.ഡി. സതീശൻ. സംസ്ഥാന സർക്കാരിന് പണമുണ്ടെങ്കിൽ ആശുപത്രികളിൽ മരുന്നെത്തിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. KMSCL-ന് പണം കൊടുക്കാത്തതുകൊണ്ടാണ് മരുന്നില്ലാത്തത്. എന്നാൽ കടക്കെണിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും വി.ഡി. സതീശൻ. സർക്കാർ വാർഷികാഘോഷങ്ങൾക്കും തുടർഭരണ പ്രതീക്ഷകൾക്കുമിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാൾ. ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി കേക്ക് മുറിച്ചു. മുഖ്യമന്ത്രിക്ക് ആശംസ നേരാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ക്ലിഫ് ഹൌസിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ നേർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. പുരോഗമനപരമായ ഭരണത്തോടുള്ള താങ്കളുടെ സമർപ്പണവും ഫെഡറലിസത്തോടും മതേതരത്വത്തിനോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബന്ധത്തെ ശക്തമാക്കുന്നതായി സ്റ്റാലിൻ പിറന്നാൾ ആശംസയിൽ അറിയിച്ചു. എൺപതാം പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസ നേർന്ന് കമൽഹാസനും മോഹൻലാലും. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഹൃദയം നിറഞ്ഞ 80ാം പിറന്നാൾ. ഏറെ നിശ്ചയദാർഢ്യമുള്ള നേതാവായ അദ്ദേഹത്തിന്റെ ജനസേവനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത കേരളത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. വരും വർഷങ്ങളിലും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൌഖ്യം നേരുന്നുവെന്ന് അദ്ദേഹം ആശംസിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകളെന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ ആശംസ അറിയിച്ചത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ മന്ത്രി സജി ചെറിയാന് അതൃപ്തി. മറ്റ് നേതാക്കന്മാരെ വിളിച്ച് തന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാൻ തോന്നാത്തതിന് മറുപടി പറയേണ്ടത് യൂണിയനാണ്. പ്രതിനിധി സമ്മേളനങ്ങളിലോ തുടർന്നുള്ള പരിപാടികളിലോ സജി ചെറിയാന് ക്ഷണമില്ല. മന്ത്രിയെ ഒഴിവാക്കിയതിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ വിമർശനമുയർന്നിരുന്നു. ED കൈക്കൂലി കേസിലെ ഒന്നാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാൻ വിജിലൻസ്. ഇടനിലക്കാരും ED ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് വിജിലൻസ് SP S. ശശിധരൻ പറഞ്ഞു. ജാമ്യത്തിലിറങ്ങിയ 3 പ്രതികളുടെയും മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരിയെ ചിറ്റപ്പൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് അറിഞ്ഞില്ലെന്ന അമ്മയുടെ മൊഴി ശരിയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. അമ്മയുടെ മൊഴി പോലീസ് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഇന്നലെ കോടതിയിൽ അപേക്ഷ നൽകി. കാളികാവിലെ ആളെക്കൊല്ലിക്കടുവയെ തേടിയുള്ള ദൌത്യം 9ാം ദിവസത്തിൽ. 3 കൂടുകളും ലൈവ് ക്യാമറ നിരീക്ഷണത്തിലാണ്. സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. മഞ്ഞൾപ്പാറയിലും കേരള എസ്റ്റേറ്റിലും പരിശോധന നടക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ വനം വകുപ്പിനെയും വനം മന്ത്രിയെയും ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. ജനങ്ങൾ ഇത് തിരിച്ചറിയണം. കേന്ദ്ര നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക വകുപ്പ് ഇതാണെന്നും സംസ്ഥാനത്ത് മറ്റൊരു വകുപ്പിനും ഈ പ്രതിസന്ധിയില്ലെന്നും A.K. ശശീന്ദ്രൻ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയിറങ്ങി. പാട്ടവയൽ റോഡിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് ചാടുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുലിയെ ഉടൻ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിലെ റേഷൻ കടയാണ് തകർത്തത്. ഇന്നലെ രാത്രിയിൽ കുടിയിലെത്തിയ കൊമ്പൻ റേഷൻ കടയുടെ മുൻവശം തകർത്ത് അരിയെടുക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ചക്കക്കൊമ്പൻ പിന്തിരിഞ്ഞു. കടയ്ക്കുള്ളിൽ ആളുള്ളപ്പോഴായിരുന്നു ആക്രമണം. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ റാപ്പർ ഡബ്സി എന്ന മുഹമ്മദ് ഫാസിൽ മലപ്പുറത്ത് അറസ്റ്റിൽ. കാഞ്ഞൂർ സ്വദേശി ബാസിലിന്റെയും പിതാവിന്റെയും പരാതിയിലാണ് ഡബ്സിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡബ്സിയെ കൂടാതെ 3 സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുവിലെത്തി. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ദുരിതത്തിലായ കുടുംബങ്ങളെ രാഹുൽ സന്ദർശിക്കുന്നു. നേരത്തെ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ രാഹുൽ ശ്രീനഗർ സന്ദർശിച്ചിരുന്നു. പാകിസ്ഥാനിലേക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയെന്ന് സംശയിക്കുന്ന 2 പേരെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സീലംപൂരിൽ ആക്രി കച്ചവടം നടത്തുന്ന നോയിഡ സ്വദേശി മുഹമ്മദ് ഹാരൂൺ, വാരാണസി സ്വദേശി തുഫൈൽ എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരുന്നു.
സർക്കാരിനെതിരെ തുടരുന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടെ മുംബൈയിൽ നിന്നും തുർക്കിയിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യം. ശിവസേന നേതാവ് രാഹുൽ ഖനനാണ് വിമാനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഗവർണർ CP രാധാകൃഷ്ണൻ എന്നിവർക്ക് രാഹുൽ കത്തയച്ചു. ഓപ്പറേഷൻ സിന്ദൂർ മധ്യപ്രദേശിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മധ്യപ്രദേശിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ഓപ്പറേഷൻ സിന്ദൂർ ശരിയായ നടപടിയാണെന്നും അതിനാൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഭരണകക്ഷിയായ BJPയും പ്രതിപക്ഷമായ കോൺഗ്രസും ആവശ്യപ്പെട്ടു. വരും തലമുറയിലെ കുട്ടികൾ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനാൽ ഇത് കുട്ടികൾ പഠിക്കേണ്ടതാണെന്നും MLAമാർ. ഉൾഫ തീവ്രവാദി രൂപാം അസോമിനെ പിടികൂടി. അസം അരുണാചൽ അതിർത്തിയിൽ നിന്നാണ് ഭീകരനെ അറസ്റ്റ് ചെയ്തത്. അസോമിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. അസമിലെ കിഴക്കൻ മേഖലയിൽ കൊള്ള നടത്തുന്ന സംഘത്തിന്റെ നേതാവാണ് രൂപാം അസോം. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളെ വധിച്ചു. CRPFും പോലീസിന്റെ പ്രത്യേക കമാൻഡോ യൂണിറ്റ് C-60യും ചേർന്നാണ് മാവോയിസ്റ്റ് വേട്ട നടത്തിയത്. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക NIA കോടതി സ്ഥാപിച്ച് വിജ്ഞാപനമിറക്കി. ചുരാചന്ദ്പൂരിലെ സെഷൻസ് കോടതിയാണ് NIA കോടതിയായി മാറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കിയത്. 2008 ദേശീയ അന്വേഷണ ഏജൻസി നിയമത്തിലെ സെഷൻ 11 പ്രകാരമാണ് നടപടി. മഹാരാഷ്ട്രയിൽ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച 3 പേർ അറസ്റ്റിൽ. പൂനെ, സോളാപൂർ, സാംഗ്ലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 സഹപാഠികളും വിദ്യാർത്ഥിയുടെ സുഹൃത്തുമാണ് അറസ്റ്റിലായത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലാണ് സംഭവം. മെയ് 18 രാത്രി തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോഴാണ് 22-കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ 3 പേർ ചേർന്ന് പീഡിപ്പിച്ചത്. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ജൂൺ 26 നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ജാർഖണ്ഡ് ചൈബാസ കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 2018 രാഹുൽ ഗാന്ധി BJPക്കെതിരെ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിലാണ് നടപടി. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഗ്വാളിയോർ ബെഞ്ചിന് സമീപം അംബേദ്കറിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ചീഫ് ജസ്റ്റിസിന് കത്തയച്ച് കോൺഗ്രസ്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ ജിതു പട്വാരി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് കത്തയച്ചു. നിയമപരമായ അനുമതി ലഭിച്ചിട്ടും ചില ആളുകൾ ഇതിനെ എതിർക്കുകയും പ്രതിമ സ്ഥാപിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. K. ചന്ദ്രശേഖര റാവുവിന് എഴുതിയ കത്ത് ചോർന്നതിൽ പ്രതിഷേധവുമായി മകൾ K. കവിത. പാർട്ടിയിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും കവിത ആരോപിച്ചു. KCR ദൈവത്തെ പോലെയാണ്, പക്ഷേ ചില പിശാചുകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടെന്നും കവിത ആരോപിച്ചു. രാജസ്ഥാനിലെ കോട്ടയിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഒരു സംസ്ഥാനമെന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? കോട്ടയിൽ മാത്രം എന്തുകൊണ്ട് ആത്മഹത്യ പെരുകുന്നു? സംസ്ഥാനമെന്ന നിലയിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. മെയ് 4 IIT ഖരഗ്പൂരിലെ 22 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസ് പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മെയ് മാസം 273 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഡൽഹിയിലെ ആശുപത്രികളോട് കിടക്കകൾ, വാക്സിൻ, ഓക്സിജൻ എന്നിവ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകി. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP MLAയുടെ അംഗത്വം രാജസ്ഥാൻ നിയമസഭ റദ്ദാക്കി. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് നേരെ തോക്ക് ചൂണ്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട BJP MLA കൻവാർ ലാൽ മീണയുടെ അംഗത്വമാണ് റദ്ദാക്കിയത്. ന്യൂഡൽഹിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഫാക്ടറി കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഭവാന 2-ലെ DSIDC മേഖലയിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. 17 അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിലെ പ്രധാന
പ്രതി ക്രിസ്റ്റ്യൻ മിഷേൽ ജയിൽ മോചിതനാകും. ജാമ്യം ലഭിച്ചുവെന്നും എങ്കിലും തിഹാർ ജയിലിൽ തുടരുകയായിരുന്നു. ജാമ്യ വ്യവസ്ഥകളിൽ ഡൽഹി ഹൈക്കോടതി ഇളവ് നൽകിയതോടെയാണ് ജയിൽ മോചനം. രാജ്യം വിടരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും വ്യവസ്ഥകളിലുണ്ട്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ 65 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാറിൽ തൽസ്ഥിതി തുടരുമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലാണ് ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന തെറ്റായ വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. യുക്രൈൻ ഡ്രോൺ ആക്രമണ ഭീഷണിയെ തുടർന്ന് മോസ്കോയിലേക്ക് പോയ ഇന്ത്യൻ എംപിമാരുടെ സംഘത്തിന്റെ വിമാനം നിലത്തിറങ്ങാനാവാതെ ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വിമാനമാണ് ആകാശത്ത് 45 മിനിറ്റ് വട്ടമിട്ട് പറക്കേണ്ടി വന്നത്. ഡ്രോൺ ആക്രമണ ഭീഷണി ഒഴിഞ്ഞ ശേഷമാണ് വിമാനം സുരക്ഷിതമായി ഇറക്കിയത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട്. പ്രതിപക്ഷ പാർട്ടികളും സൈന്യവും തെരഞ്ഞെടുപ്പ് ഉടൻ വേണമെന്നാവശ്യപ്പെട്ടിരിക്കെയാണ് വാർത്ത പുറത്തുവന്നത്. യൂനുസിനെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി നേതാവാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഡെൻമാർക്കിലെ വിരമിക്കൽ പ്രായം 2040-ൽ 70 വയസ്സായി ഉയർത്തും. ഇതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന വിരമിക്കൽ പ്രായമാകും ഇത്. ശരാശരി ആയുർദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം കൂടുമ്പോൾ വിരമിക്കൽ പ്രായം പുതുക്കുന്ന രീതിയാണ് ഡെൻമാർക്കിലുള്ളത്. നിലവിൽ 67-ലുള്ള വിരമിക്കൽ പ്രായമാണ് 70-ആയി ഉയർത്തുന്നത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 60 പേർ കൊല്ലപ്പെട്ടു. കൂടുതൽ മേഖലകളിലേക്ക് സൈനിക നടപടി വ്യാപിപ്പിച്ച ഇസ്രയേൽ 58 ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ആവർത്തിച്ചു. ഭക്ഷണം ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികളുമായുള്ള ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേലിനെതിരെ വിമർശനം ശക്തമായി. യുഎസിലെ കാലിഫോർണിയയിലുള്ള സാന്റിയാഗോ പട്ടണത്തിൽ സ്വകാര്യ വിമാനം തകർന്നു വീണ് 6 മരണം. മരിച്ചവരിൽ സംഗീതരംഗത്തെ സംരംഭകനും ടാലന്റ് മാനേജറുമായ ഡേവിഡ് ഷാപ്പിയറുമുണ്ട്. 6 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ന്യൂജേഴ്സിയിലെ വിമാനത്താവളത്തിൽ നിന്ന് സാന്റിയാഗോയിലേക്ക് യാത്ര തിരിച്ച വിമാനം താഴ്ന്നു പറക്കുന്നതിനിടെ മൂടൽമഞ്ഞിൽ ദിശ തെറ്റി വൈദ്യുതി ലൈനിൽ തട്ടിയ ശേഷമാണ് യുഎസ് നാവികസേനയുടെ നിയന്ത്രണത്തിലുള്ള ഹൌസിംഗ് കോളനിയിലെ വീട്ടിലേക്ക് ഇടിച്ചിറങ്ങിയത്. കോളനിയിലെ താമസക്കാരായ 8 പേർ പുക ശ്വസിച്ച് ആശുപത്രിയിലായി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും 50% നികുതിയും ചുമത്തുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ഐഫോണുകൾ നിർമ്മിക്കുന്നില്ലെങ്കിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ആരാകും ഇന്ത്യയുടെ ടെസ്റ്റ് ടീം നായകനെന്നതും ഇന്നറിയാം. ശുഭ്മാൻ ഗില്ല്, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരുടെ പേരുകളാണ് നായക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്കുണ്ടായിരുന്ന ടീമിൽ കോഹ്ലിക്കും രോഹിത്തിനും പകരക്കാർ വരുന്നതിന് പുറമെ പുതുമുഖങ്ങളും ഇടം പിടിക്കുമെന്നാണ് സൂചന. അവഞ്ചേഴ്സ് ചിത്രങ്ങളുടെ റിലീസ് തീയതി മാറ്റിവെച്ചു. 2026 മെയിൽ പുറത്തിറങ്ങാനിരുന്ന അവഞ്ചേഴ്സ് ഡോംസ്ഡേ 2026 ഡിസംബറിലേക്കും 2027 മെയ് 1 പുറത്തിറങ്ങാനിരുന്ന സീക്രട്ട് വാർസ് ഡിസംബർ 17-ലേക്കുമാണ് മാറ്റിവെച്ചത്. സൂപ്പർ താരം റോബർട്ട് ഡൌണി ജൂനിയർ മാർവൽ സിനിമാറ്റിക്സ് യൂണിവേഴ്സിൽ തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രങ്ങൾക്കുണ്ട്. ദി ഡെവിൾ വെയേഴ്സ് പ്രൗഡിയുടെ 2ാം ഭാഗം അടുത്ത വർഷം പുറത്തിറങ്ങും. ലോറൽ വിസ്ബർഗിന്റെ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. മെറിൽ സ്ട്രിപ്പും എമിലി ബ്ലഡും 2ാം ഭാഗത്തിലും തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2026 മെയ് 1-നാണ് ഡിസ്നി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്കുമാർ റാവോ ചിത്രം ഭൂൽ ചുക്ക് മാഫിന് വൻ ഓഫറുമായി നിർമ്മാതാക്കൾ. ചിത്രത്തിന്റെ ടിക്കറ്റിന് ബുക്ക് മൈ ഷോയിൽ 100 രൂപ വരെ ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ചു. ഇത് കാരണം പല തിയേറ്ററുകളിലും 10 രൂപയും 20 രൂപയും മാത്രമായിരുന്നു ടിക്കറ്റ് വില. സാധാരണ റിലീസിന് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ആദ്യ ദിവസം തന്നെ നിലവിൽ വന്ന ഡിസ്കൌണ്ട് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സിനിമാ നിർമ്മാതാക്കളായ മാഡോക് ഫിലിംസും PVR തിയേറ്റർ ശൃംഖലയുമായി നടന്ന നിയമയുദ്ധത്തിനു ശേഷമാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന രാമായണത്തിന്റെ 1ാം ഭാഗത്തിൽ യാഷും രൺബീർ കപൂറും ഒന്നിച്ചുള്ള രംഗങ്ങളില്ലെന്ന് റിപ്പോർട്ട്.
യാഷ് രാവണനായും രൺബീർ രാമനായുമാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സീതയെ രാവണൻ അപഹരിച്ച ശേഷം ലങ്കയിൽ വെച്ചുള്ള യുദ്ധത്തിൽ മാത്രമാകും ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലാകും താരങ്ങളെ ഒന്നിച്ച് കാണാനാവുക എന്നാണ് സിനിമയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാന്താര ചാപ്റ്റർ 1ന്റെ റിലീസിൽ മാറ്റമില്ലെന്ന് അണിയറ പ്രവർത്തകർ. ഒക്ടോബർ 2-ാം തീയതി തന്നെ ചിത്രം തിയേറ്ററുകളിലേക്കെത്തും. സിനിമയുടെ റിലീസ് അടുത്ത വർഷത്തേക്കെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച അഭ്യൂഹങ്ങൾ നിർമ്മാതാക്കൾ തള്ളി. ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഘട്ടന രംഗങ്ങളാകും ചിത്രത്തിൽ ഉണ്ടാവുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.